ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യവും അതേപോലെ തന്നെ പലർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡു ആൻഡ് ഡസ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡു ആൻഡ് ഡസ് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഡു ഓർ ഡസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യം, ഈ ഡു എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ഇംഗ്ലീഷിലെ പ്ലൂറലിൻ്റെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് വായിക്കുമോ? അതല്ലെങ്കിൽ നീ ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ? അവിടെ വന്നു, അവിടെ യു എന്നുള്ളത് എന്താണ്? പ്ലൂറലാണ്. അതുകൊണ്ട് അവിടെ എന്ത് യൂസ് ചെയ്തു? ഡു എന്നുള്ളത് യൂസ് ചെയ്തു. അപ്പോൾ അതിനെന്ത് മറുപടി കൊടുക്കാം? യെസ് ഐ ഡു. ഞാനെന്ത് ഇംഗ്ലീഷ് വായിക്കാറുണ്ട്. ഇനി സാധാ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഐ ഡു മൈ വർക്ക് എവറി ഡേ. ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോലി ചെയ്യാറുണ്ട്. ഐ ഡു മൈ വർക്ക് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോലി ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഡസ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇംഗ്ലീഷിലെ സിംഗുലറിൻ്റെ കൂടെ മാത്രം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഡസ് റാണി കം ടു യുവർ ഹൗസ്? നിൻ്റെ വീട്ടിൽ റാണി വരാറുണ്ടോ? അപ്പോൾ അവിടെ പേര് വന്നു. അതുകൊണ്ട് എന്താണ്, പേര് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? സിംഗുലറാണ്. അപ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്തു? ഡസ് യൂസ് ചെയ്തു. ഇനി സാധാ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു മറുപടി എന്താണ്? യെസ് ഷീ കംസ് സംടൈംസ്. അവൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. ഇനി സാധാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. ഷീ ഡസ് ഹെർ യോഗ പ്രാക്ടീസ് എവറി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഡു ആൻഡ് ഡസ് എന്നുള്ളത് ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഡു ആൻഡ് ഡസ് എന്നുള്ളത് ഇംഗ്ലീഷിലെ ഏത് സെൻറ്റൻസിൻ്റെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുക? അതായത് ഇപ്പോഴത്തെ ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുക. ഡു എന്നുള്ളത് ഇംഗ്ലീഷിലെ പ്ലൂറലിൻ്റെ കൂടെയും ഡസ് എന്നുള്ളത് ഇംഗ്ലീഷിലെ സിംഗുലറിൻ്റെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. എനിവേ, താങ്ക് യു.